ആലുവയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ പീഡിപ്പിച്ച പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. ഒപ്പം മറ്റു വകുപ്പുകളിലായി 35 വർഷത്തെ തടവുമുണ്ട്. അതായത് കൊടും ക്രിമിനൽ ക്രിസ്റ്റൽ രാജിന് മരണം വരെ തടവ്, 20 ലക്ഷത്തിലധികം രൂപ പിഴയും ഒടുക്കണം. പെരുമ്പാവൂർ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2023 സെപ്റ്റംബറിലാണ് ഇതര സംസ്ഥാനക്കാരിയായ 8 വയസ്സുകാരിയെ ഇയാൾ ഉപദ്രവിച്ചത്. കേരളത്തെ നടുക്കിയ ആലുവ പീഡനക്കേസിലെ പ്രതി തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി ക്രിസ്റ്റൽ രാജിന് ഇനി കാരാഗൃഹവാസമാണ്. ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. മറ്റ് വിവിധ വകുപ്പുകളിലായി 35 വർഷം കഠിന തടവും പ്രതി അനുഭവിക്കണം. അതായത് മരണം വരെ ജയിൽ ശിക്ഷ. പെരുമ്പാവൂർ പോക്സോ കോടതിയുടേതാണ് വിധി. 2023 സെപ്റ്റംബർ 7 പുലർച്ചെയാണ് ആലുവ എടയപ്പുറത്ത് അതിക്രൂരമായ സംഭവമുണ്ടായത്. മാതാപിതാക്കൾക്കൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 8 വയസ്സുകാരിയെ ജനലിലൂടെ കൈകടത്തി വാതിൽ തുറന്ന പ്രതി തട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ സമീപത്തെ പാടത്തു കൊണ്ടുപോയി ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അയൽവാസികളെത്തി തിരച്ചിൽ നടത്തിയതോടെ കുട്ടിയെ ഉപേക്ഷിച്ച പ്രതി കടന്നുകളഞ്ഞു. കുട്ടിയുടെ വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ നീക്കത്തിനൊടുവിൽ ക്രിസ്റ്റൽ രാജ് വലയിലായി. പോലീസ് പിടികൂടുമെന്ന ഘട്ടത്തിൽ രക്ഷപ്പെടാനായി ആലുവ പുഴയിലേക്ക് ചാടിയ പ്രതിയെ അന്വേഷണ സംഘം പുഴയിലിറങ്ങി സാഹസികമായി കീഴടക്കുകയായിരുന്നു. ക്രിസ്റ്റൽ രാജിന്റെ സഞ്ചിയിൽ നിന്ന് പലയിടത്തു നിന്നായി മോഷ്ടിച്ച 8 മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തിരുന്നു. തുടക്കത്തിൽ ഇയാൾ ഒറ്റയ്ക്കാണ് കൃത്യം നിർവഹിച്ചതെന്ന് കരുതിയെങ്കിലും വിശദമായ അന്വേഷണത്തിൽ പീഡനത്തിന് പിന്നിൽ മുൻകൂട്ടിയുള്ള ആസൂത്രണം വ്യക്തമായി. കുട്ടിയുടെ വീടിന്റെ വിവരങ്ങൾ ക്രിസ്റ്റൽ രാജിന് കൈമാറിയത് ഇയാളുടെ സുഹൃത്തായ പശ്ചിമബംഗാൾ സ്വദേശി മുഷ്താഖിൻ മൊല്ലയാണെന്ന് പോലീസ് കണ്ടെത്തി. ക്രിസ്റ്റൽ രാജ് മോഷ്ടിക്കുന്ന ഫോണുകൾ മറച്ചുവിറ്റിരുന്ന അതിഥി തൊഴിലാളിയായ മുഷ്താഖിൻ മൊല്ല, ലാൽ മുഹമ്മദ് മണ്ഡൽ, ബിലാൽ ബിശ്വാസ് എന്നിവരെയും ആലുവ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യമായ തെളിവുകളുടെയും ദൃക്സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ അതിവേഗത്തിൽ വിചാരണ പൂർത്തിയാക്കിയാണ് പെരുമ്പാവൂർ പോക്സോ കോടതി പ്രതി ക്രിസ്റ്റൽ രാജിന് ശിക്ഷ വിധിച്ചത്. 2009 മുതൽ ക്രിസ്റ്റൽ രാജിന്റെ പേരിൽ നിരവധി മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയായിരുന്നു ക്രിസ്റ്റൽ രാജ്. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.